സമ്മേളനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഒരു നൽകുന്ന സാമൂഹിക ദൗത്യം എന്താണ്? സാമൂഹിക ദൗത്യം എന്ന് പറഞ്ഞാൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പ്രവർത്തിക്കണതും നമ്മൾ ജീവിക്കണതൊക്കെ. അപ്പോൾ എല്ലാ സമൂഹങ്ങൾക്കും നന്മ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ മുന്നോട്ട് പോകും. അതിൻ്റെ പല പദ്ധതികളും ഇപ്പോൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്നതൊക്കെ അതാണ്. ഓരോ 15ഓളം പോഷക സംഘടനകളുണ്ട്. ആ പോഷക സംഘടനകളൊക്കെ ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന പല പദ്ധതികളുമാണ് അവർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ചത്. അതൊക്കെ അതിൻ്റെ സ്വഭാവത്തിൽ നടപ്പാക്കപ്പെടും. ഒരു പൊതു സന്ദേശം എന്താണ്? പൊതു സന്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള ജനങ്ങൾ അവർ ഒറ്റക്കെട്ടായി കൊണ്ടിട്ട് പരസ്പരം അക്രമവും ഉപദ്രവവും ഒന്നും ഇല്ലാത്തപ്പോൾ പിന്നെ എന്ത് കൊല എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടക്കൊല പോലത്തെ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ അതുപോലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നതിന് തൊട്ടൊക്കെ പൂർണ്ണമായും ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടാൻ പറ്റുന്നതായ നന്മയുടെ പിന്നെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ കേരളത്തിൽ പോലും ഈ മതത്തിൻ്റെ പേരിലൊക്കെ വർഗീയമായുള്ള പ്രചാരണമൊക്കെ ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായിട്ടില്ലേ? അതിനെതിരെ കൂടിയുള്ളൊരു വർഗീയ പ്രചാരണങ്ങൾ, തീവ്ര സ്വഭാവങ്ങളൊക്കെ എന്നും എതിർത്ത സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അതുകൊണ്ട് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു അടിസ്ഥാന ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് വർഗീയത ഇവിടെ തൂത്തെറിയാനും തീവ്രവാദത്തിന് ഇല്ലാതെയാക്കാനൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കണ്ടതുപോലുള്ള പ്രചാരണം അടുത്തിടെ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും പ്രത്യേക ശ്രമം? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവിടെ കേരളത്തിൽ, മനസ്സിലായില്ല. അന്നേക്കുള്ള ഉത്ബോധനം ഇവിടെ ഉണ്ടല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനം പോലെയല്ല നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിൽ പരസ്പരം എല്ലാ വിഭാഗം ആളുകളും വളരെയധികം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമൊക്കെ ജീവിക്കുന്ന രാജ്യമാണല്ലോ. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അത് ഏത് രാജ്യത്തും ഉണ്ടാവുമല്ലോ. ചില രാഷ്ട്രീയ സാമൂഹിക അല്ലെങ്കിൽ സമുദായ നേതാക്കളൊക്കെ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി തോന്നിയിട്ടുണ്ടോ സമീപകാലത്ത്? അത്തരം ചില ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനൊക്കെ ഉള്ള അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എല്ലാം ഈ രാജ്യത്തിൻ്റെ മനസൗഹാർദ്ദത്തിനെതിരാകുന്ന ഏത് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്താവനകളോ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതൊക്കെ അത് അർഹിക്കണ അവജ്ഞയോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തള്ളിക്കളയും. ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത വന്നിട്ടുള്ളത് സമസ്തയുടെ ഭാഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡ് അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ്. അതിപ്പോൾ അത്ര വലിയ സംഭവം ഒന്നുമല്ലല്ലോ. അങ്ങനെ എല്ലാവരെയും നമ്മൾ വഖഫ് ബോർഡിൽ അതുപോലത്തെ പല സമസ്തക്ക് ഒരു അംഗീകാരമായി, സമസ്തക്ക് അല്ലെങ്കിൽ തന്നെ അംഗീകാരം ഉണ്ടല്ലോ ഈ വഖഫ് ബോർഡ് നോമിനേറ്റ്. അതെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മറ്റ് മതസംഘടനകളൊക്കെ. അപ്പോൾ സമസ്തക്ക് തന്നു എന്നുള്ളത് സമസ്തക്ക് സന്തോഷമുണ്ട്. വലിയ കാര്യമായി അല്ല, അത് അങ്ങനത്തെ പല നിലക്കുള്ളതായ ഗവൺമെൻറ് എന്നുള്ള പല നിലക്കുള്ള പിന്നെ ബോർഡുകളിൽ മെമ്പർ സ്ഥാനമൊക്കെ ഉണ്ടാവുമല്ലോ. അത് ലഭിക്കപ്പെടാതിരിക്കലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒന്നുമല്ല.